നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാത്തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ 14 ഒഴിവുകൾ. 75,000 രൂപ വരെ ശമ്പളം. ജൂലൈ 22 വരെ അപേക്ഷിക്കാം. കേരളത്തിൽ IT മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരമാണ് എത്തിയിരിക്കുന്നത്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിവിധ തസ്തികകളിലായി ആകെ 14 കരാർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, QA അനലിസ്റ്റ്, ഡാറ്റ സയന്റിസ്റ്റ്, ഡാറ്റ എഞ്ചിനീയർ, ഇന്റേൺ തുടങ്ങിയ തസ്തികകളിലാണ് നിയമനം നടത്തുന്നത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജൂലൈ 22 ആണ്. ഒഴിവുകളും പ്രധാന വിവരങ്ങളും. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 2 ഒഴിവുകൾ. ശമ്പളം 40,000 രൂപ മുതൽ 50,000 രൂപ വരെ. ചില പ്രൊജക്റ്റുകളിൽ 40,000 രൂപ മുതൽ 60,000 രൂപ വരെ ലഭിക്കാം. പ്രായപരിധി 35 വയസ്സ്. യോഗ്യത MCA, BTech, BE, MTech or MSc. വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ജാവ, സ്പ്രിംഗ് ഫ്രെയിംവർക്ക്, HTML5, CSS 3, ബൂട്ട്സ്ട്രാപ്പ്, ജാവാസ്ക്രിപ്റ്റ്, ടൈപ്പ്സ്ക്രിപ്റ്റ്, ആംഗുലർ, റിയാക്ട്, ഹൈബർനേറ്റ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിൽ പരിചയവും വേണം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 1 ഒഴിവ്. ശമ്പളം 35,000 രൂപ മുതൽ 50,000 രൂപ വരെ. പ്രായപരിധി 30 വയസ്സ്. യോഗ്യത MCA, BTech, BE, MTech or MSc. ജൂനിയർ QA അനലിസ്റ്റ് 2 ഒഴിവുകൾ. ശമ്പളം 25,000 മുതൽ 35,000 രൂപ വരെ. പ്രായപരിധി 30 വയസ്സ്. യോഗ്യത MTech, MSc IT, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്. ക്വാളിറ്റി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡാറ്റ അനാലിറ്റിക്സിൽ ഡാറ്റ എഞ്ചിനീയറിംഗ് മേഖലയിൽ കുറഞ്ഞത് 6 മാസത്തെ പ്രവൃത്തി പരിചയം വേണം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്റേൺ 4 ഒഴിവുകൾ. ശമ്പളം 15,000 രൂപ മുതൽ 25,000 രൂപ വരെ. പ്രായപരിധി 25 വയസ്സ്. യോഗ്യത MCA, BTech or BE or MTech IT or കമ്പ്യൂട്ടർ സയൻസ്. സീനിയർ ഡാറ്റ സയന്റിസ്റ്റ് 1 ഒഴിവ്. ശമ്പളം 50,000 രൂപ മുതൽ 75,000 രൂപ വരെ. പ്രായപരിധി 35 വയസ്സ്. യോഗ്യത MTech, MSc IT or കമ്പ്യൂട്ടർ സയൻസ് or ഡാറ്റ അനാലിറ്റിക്സ്. ജൂനിയർ ഡാറ്റ എഞ്ചിനീയർ 2 ഒഴിവുകൾ. ശമ്പളം 30,000 രൂപ മുതൽ 40,000 രൂപ വരെ. പ്രായപരിധി 30 വയസ്സ്. യോഗ്യത MTech, MSc IT, കമ്പ്യൂട്ടർ സയൻസ് ഓർ ഡാറ്റ അനാലിറ്റിക്സ്. എല്ലാ തസ്തികകളും കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള യോഗ്യതയും ബന്ധപ്പെട്ട മേഖലയിൽ ആവശ്യമായ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 22. കൂടുതൽ വിവരങ്ങളും ഔദ്യോഗിക വിജ്ഞാപനവും കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായി വായിച്ച് യോഗ്യത, പരിചയം, പ്രായപരിധി എന്നിവ ഉറപ്പാക്കുക. സർക്കാർ സ്ഥാപനത്തിൽ IT മേഖലയിൽ മികച്ച ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ വിവരം ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.